ഇന്നലെ അനുമോളുടെ ആ വിവാഹം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് അവിടെ ഒരു ഭാവഭേദവും കാണിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരെ സഹായിച്ചവരെയൊക്കെ ഇത് ഈ പാട്ടാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഈ വർഷത്തെ ഓണം തൂക്കിയത് ആരാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓണം തൂക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൾക്കാരുടെ പേര് പറയും. ഒന്ന് അനുമോൾ, എന്തൊരു ഭുവനു ജോഡി, ഭുവനു കൊള്ളാം അല്ലെ, ഭുവനു ജോഡി തൂക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കത്തിച്ചിട്ടുണ്ട്. അതൊരു വിവാദം. രണ്ടാമത്തെ ആൾക്കാർ നമ്മുടെ ഉമ്മച്ചി പിള്ളേരുണ്ടല്ലോ, അവരാണ് അടുത്ത ഓണം തൂക്കിയതെന്ന് പറയും. കാരണം ഈ പറയുന്ന ഹിജാബ് ധരിച്ചുകൊണ്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ പാടില്ല എന്നൊരു ഒരാള് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഉമ്മച്ചി പിള്ളേർ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് അടിച്ച് റെഡിയാക്കുന്നുണ്ട് എന്നുള്ളത്, ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പേ നമ്മുടെ ഡിംലൈറ്റ് മീഡിയ അല്ല, ഡിംലൈറ്റ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പണ്ട് നമ്മൾ ശത്രുക്കളായിരുന്നു. നമ്മളത് ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്ന എല്ലാം പിന്നെ റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന പുള്ളിയാണ്. നമ്മൾ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ച്, റോബിന്റെ കാലത്ത്, അതായത് നമ്മൾ ഈ ബിഗ് ബോസ് ഒക്കെ തുടങ്ങുമ്പോൾ ഫൈറ്റ് ഉണ്ടാവും. അതിനോട് കൂടി തന്നെ യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വരച്ചേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങിയിട്ടത് അതെനിക്കൊരു ഡോക്ടർ റോബിന്റെ കാലത്താണ്. അതിനുശേഷം നമ്മൾ തമ്മിൽ ഇപ്പോഴും പുള്ളിക്കും എന്നോട് വിരോധമൊന്നും ഇല്ലാന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ആ പുള്ളിയുടെ അടുത്തൊരു വിരോധമില്ല. അപ്പൊ പുള്ളി ഈ പറയുന്ന നമ്മുടെ അനിമോളുടെ സീസൺ, അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അനീഷിനെയാണ്. ഓക്കെ, അപ്പോൾ അനിമോളെ ഒപ്പോസ് ചെയ്താ സംസാരിച്ചത്. അപ്പം ഒബിയസ്ലി ഞാനും തിരിച്ചങ്ങനെയായിരുന്നു. ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നീട് അനീഷിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിയും ഒരുപാട് കുറ്റങ്ങൾ അനുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനും അനീഷിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് അതിന് കാര്യമാണ്. അപ്പൊ നമ്മള് ആ സമയത്ത് ബിഗ് ബോസ് ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജയിക്കുക എന്നുള്ളതാണ്. സത്യം എന്താണെന്ന് ഈ പറയുന്ന ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൈസയുടെ ഡോളറിനേക്കാൾ ഉപരി നമുക്ക് ചിലപ്പോൾ ഒരു വൈകാരികമായിട്ട് നമ്മൾ അതിലോട്ട് ഇൻവോൾവ് ആയി പോകും. അങ്ങനെ ഒരു ഷോ ആണ് ഈ ബിഗ് ബോസ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഈ പറയുന്ന അനുമോളെ വിമർശിച്ചിട്ടുള്ള ഒരാൾ ഇന്ന് വന്നിട്ട് അനുമോളെ പ്രൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ, സത്യം പറഞ്ഞ ശത്രുക്കളുടെ വായിൽ നിന്ന് അങ്ങനൊരു സംഭവം കേൾക്കുമ്പോൾ ഒരു നമ്മൾ പറയുന്നതിനെക്കാട്ടി ശത്രുക്കൾ പറയുമ്പോഴാണല്ലോ ഒരു സന്തോഷം. അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്ന് വെച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനത്തിലോട്ട് പോകാം. ഓക്കെ, ഒരു നന്ദി ഉണ്ടല്ലോ, അത് അനുമോൾക്ക് വേണ്ടവോളം ഉണ്ട്. ആ ഒരു ഗുണം അവർക്ക് ജീവിതത്തിലും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മരണ വേണോ, സ്മരണ എന്ന് പറയുന്നില്ല, അതേപോലെ തന്നെയാണ് ആ ഒരു സഹായത്തിന് അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ളവൾ തന്നെയാണ്. വേറെ ഒരാൾ പോലും ഇതുപോലെ ചെയ്യത്തില്ല. ഇനിയെങ്കിലും ബിഗ് ബോസ് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ശത്രുക്കളാക്കിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലും ഇവർക്കൊന്നും അറിയില്ല. നമുക്കറിയാലോ, ബിഗ് ബോസ് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2-3 ചേരിയായിട്ടൊക്കെ തിരിയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിലയാളെ ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ചിലയാളെ ഇഷ്ടപ്പെടും. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണികളും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സഹിക്കാനുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അതായത് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു താങ്ക്സ് ഉണ്ട് കേട്ടാ എന്നൊരു വാക്കുകൊണ്ടെങ്കിലും ഇവരൊക്കെ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ വിളിക്കാറില്ല, ഒരാൾ പോലും വിളിക്കാറില്ല. ഇവരൊന്നും ഒരു ഗ്ലാസ് ചായ ഒന്നും വേണ്ട, നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും വേണ്ട. പക്ഷേ ഒരു മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതായത് ഒരു മെസ്സേജ് അയക്കുന്നതിന് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഓരോരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10, 100, 150 വീഡിയോ. ഓക്കെ, പുള്ളി പറയുന്ന മറ്റൊന്നുമല്ല, അതായത് നന്ദിയെ കുറിച്ചാണ് പറയുന്നത്. അനിമോൾക്ക് ഉണ്ടായ നന്ദിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ പുള്ളിക്ക് അനിമോൾ ആ ഒരു സംഭവം അവസാനമായെങ്കിൽ പുള്ളിക്ക് ആ ഒരു അനിമോളുടെ മനസ്സിലുള്ള ഒരു നന്മ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അനിമോളെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്തത്, ആ നന്മ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അത്രയുള്ള ഒരു വ്യത്യാസം. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയുണ്ട്. അതായത് ഈ പുള്ളി പലരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആരും ഒരു മെസ്സേജ് കൊണ്ടുപോലും ആരും വിളിക്കാറില്ല. എനിക്ക് പണ്ട് ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഈ പുള്ളി ഞാൻ സീസൺ 2 തൊട്ട് ഞാൻ റിവ്യൂ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ സീസൺ 2ലും 3യിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എവരൊന്നും വിളിച്ചിരുന്നെങ്കിൽ, എവരൊരു മെസ്സേജ് ഇട്ടിരുന്നെങ്കിൽ നമുക്കൊരു പിന്നെ അതങ്ങ് മാറി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അത് ഒരു വേള ഈ റോബിൻ, എനിക്കൊന്ന് സീസൺ 4ൽ റോബിൻ വന്നപ്പോൾ റോബിനാണെന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ റോബിനാണ് എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഇതൊരു ഇതായിട്ട് മാറിയത്.
പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് ഇവർ തമ്മിൽ ഒരു അടുപ്പം വരുമ്പോൾ നമുക്ക് ഒപ്പോസ് ചെയ്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ നമുക്കത് ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അവരുമായിട്ട്. അപ്പൊ അത് തന്നെ ഈ റോബിന്റെ കേസിൽ തന്നെ ഞാനിപ്പോൾ തുറന്നു പറയണം, റോബിനുമായിട്ടുള്ള ഒരു അടുപ്പം കാരണം പല കാര്യങ്ങളും നമുക്ക് വെളുപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് വരും. അപ്പൊ അതിനെക്കാട്ടി ഒരു എന്താണ് ഈ പറയുന്ന വിളിക്കാതിരിക്കുന്ന ഒരു പരിധി വരെ നല്ലതെന്ന് ഞാൻ അപ്പൊ പിന്നെ വിളിച്ച ഒരു സന്തോഷം, പിന്നെ ഞാൻ അതൊക്കെ ഓവർകം ചെയ്തു. കാരണം അപ്പോഴും വിളിച്ച സന്തോഷം ഒക്കെയാണ്. ഞാനിപ്പോ പിന്നെ ഈ പറയുന്ന ഈ റോബിന്റെ കേസിൽ ഞാൻ ഒപ്പം സംസാരിക്കുന്നത് അത് അപ്പൊ അവിടെ വെച്ച് വിട്ടു. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുക എന്നുള്ളത്. അപ്പൊ നാളെ ഇപ്പൊ അനുഭവ ഭാഗത്ത് തെറ്റ് കണ്ടാൽ തെറ്റ് പറയുക തന്നെ ചെയ്യും, മനസ്സിലായോ? അപ്പൊ നമ്മള് ക്യാഷ് വാങ്ങിയിട്ട് അല്ല ഇതൊന്നും നമ്മൾ ചെയ്തു. ഇതുവരെ ഞാനൊരു 5 പൈസയുടെ ക്യാഷ് ആരെയൊന്നും വാങ്ങിച്ചിട്ട് ഇനി വാങ്ങത്തുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതോടെ നമുക്ക് ആ ഒരു ധൈര്യമുണ്ട്. ആരെ വേണം എപ്പോഴും ഈ പുള്ളിയെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു കമന്റ് പോലും ഇട്ടില്ല. ആ പുള്ളിക്ക് ആ ഒരു ഫീല് വരാൻ കാരണം ഇപ്പോ അനുമോള് ഇപ്പൊ അനുമോളുടെ കല്യാണത്തിന് അനുമോള് ആരൊക്കെ അനുമോളെ കുറിച്ച് ഒരു ചെറിയൊരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സഹായമെങ്കിലും ചെയ്യണം, അവരെയൊക്കെ വിളിച്ചു വന്നത്. അപ്പൊ അത് പുള്ളിയുടെ നെഞ്ചിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അതിനുശേഷം ഒരുപാട് പേര് വിളിച്ചു. എനിക്കൊരു വിഷമം തോന്നിയത് നമ്മുടെ സിജോയുടെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, എന്റെ ഒരു തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ബാക്കി കേൾക്കാം. ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊരു മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പം അനീഷിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. 7 വീഡിയോ എന്ന് പറഞ്ഞാൽ അത് അനീഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ അനീഷിൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അനീഷിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് വന്നതൊന്നുമല്ല. അത് ശരി തന്നെയാണ്. എന്നാലും ഇന്നലെ അനുമോളുടെ ആ വിവാഹം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് അവിടെ ഒരു ഭാവഭേദവും കാണിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരെ സഹായിച്ചവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ രീതിയിൽ ആ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതല്ലേ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ പഴയതൊക്കെ അങ്ങ് മറക്കുവാർന്ന്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഒരാളും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. അപ്പം അങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ അനുമോൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് വളരെ സത്യമാണ് കേട്ടോ. വളരെ നമ്മളെല്ലാവരും വിളിക്കുമെങ്കിലും ഈ അനിമോള് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ ബിഗ് ബോസിന്റെ ഫിനാലെ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുന്നു, സംസാരിക്കും, ചേട്ടാ വളരെ താങ്ക്സ് കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് നേരിട്ടാണ് വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം വലിയ കോൺടാക്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില അനുമോളുടെ ചേച്ചി നമുക്ക് എന്തെങ്കിലും അനുമോളുടെ എതിരായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ആൾക്കാർ നമ്മുടെ തന്നെ പറയും, ചേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ വന്നു, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇങ്ങനെ ഒരുപാട് പറയും. പക്ഷേ സത്യാവസ്ഥ കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു എന്നുള്ളതല്ലാതെ അല്ലാതെ നമ്മൾ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഈ അനുമോൾ ഇപ്പം നമ്മുടെ ഒരു വിവാഹം വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മെസ്സേജ് ചെയ്യുക ഒന്നുമല്ല, ഡയറക്റ്റ് വിളിച്ചു. സ്വന്തം നമ്പറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വിളിച്ചു, പറഞ്ഞു ചേട്ടാ വരണം, ഇതുപോലെയാണ്, ഇങ്ങനെയാണ് സംഭവം, മറ്റാരെയും അറിയിക്കുന്നില്ല, ആരുടെടുത്തും പറയരുത്. പിന്നെ കാരണം അത് ആ ഒരു തീരുമാനം ആരുടെടുത്തും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞത് കൊള ആയല്ലേ, മനസ്സിലായോ? അതൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കാൻ നമുക്കൊരു സന്തോഷമുണ്ട്. നമുക്ക് പോണ്ടാത്തേക്ക് അത് വരുന്നത് വരാത്തേക്ക് രണ്ടാമത്തെ കേസാണ്. നമ്മളെ വിളിച്ച ആ ഒരു കേസിൽ അനുമോളെ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ. എല്ലാവരും ഡയറക്റ്റാണ് വിളിച്ചത്. ഒരാളെ മറ്റൊരാളെ കൊണ്ട് വിളിക്കുക അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊടുത്ത് കൊടുക്കും. ഞാൻ അറിഞ്ഞതൊക്കെ ലെറ്റർ കൊടുത്ത് ഇന്നടുത്ത് വരണം അങ്ങനെയൊന്നുമല്ല. അവരടുത്ത് പറഞ്ഞു ചേട്ടാ ഉറപ്പായിട്ടും വരണം, ഫാമിലി കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു സംഭവമുണ്ട്. ബാക്കി കാരണം എന്താ വെച്ചാൽ അനുമോളൊക്കെ ആ ഒരു എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ശരിക്ക് അനുമോൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാരെയും സെലിബ്രിറ്റികളെ മാത്രം വിളിച്ചാൽ മതി. പക്ഷെ അവിടെ യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ചത് കണ്ടപ്പോഴില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ക്വാളിറ്റി ഞാൻ ആദ്യമാണ് മനസ്സിലാക്കിയത്. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ വളർത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛനെയും അമ്മയും തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ശരിക്കും ചെറുപ്പം മുതലേ അനുമോൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തിയത്. അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എനിക്ക് കിട്ടിയ 50 ലക്ഷം അത് ഞാൻ ആർക്കും കൊടുക്കണ്ടല്ലോ, ഇനി ഇവനൊക്കെ എന്തിനാണ് എന്നുള്ള ഭാവത്തിൽ വേണമെങ്കിൽ നടക്കാം. അനുമോൾക്ക് വേണമെങ്കിൽ ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കാം. ഇവരെയൊന്നും വിളിക്കാതെ വേണമെങ്കിൽ കല്യാണം കഴിച്ചൂടെ? കല്യാണ റിസപ്ഷന് ഇപ്പോൾ ഈ രാജ് ടോക്സിനെയും മറ്റവരെയൊക്കെ വിളിക്കണമെന്നുണ്ടോ? പക്ഷേ അവിടെയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സത്യമാണ് കേട്ടോ, നമ്മളെ എന്നും വിളിക്കാതെ വേണമെങ്കിൽ ഒരു കല്യാണം നടത്തും. എനിക്കതൊരു പേഴ്സണൽ ഫീലിംഗ് ഒന്നും വരത്തില്ല. കാരണം നമ്മളിത് വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരാറില്ല. വിളിച്ചാൽ സന്തോഷം, വിളിച്ചില്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ അനുമോൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഒരാളാണ്. പണ്ട് ദിൽഷയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ദിൽഷ ഓക്കെ, അപ്പോൾ വിളിക്കുമ്പോൾ ഒരു സന്തോഷമാണ് എന്നുള്ളതാണ്.
അപ്പോൾ പിന്നീട് കപ്പടിച്ച വ്യക്തിയാണ്. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സിനെ അവരൊക്കെ എന്ത് എനിക്ക് പൈസ കിട്ടിയില്ലേ, ഇപ്പൊ അവരൊക്കെ എന്തിന് കാണുന്നത്, അവരൊക്കെ അവരൊക്കെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, അവരപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അതിനുള്ള പൈസ കിട്ടി, അവരെ ഒന്നും വിളിക്കണം, നമ്മുടെ ബന്ധുക്കളെ വിളിക്കും, സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന വലിയ വലിയ ഫിലിം സ്റ്റാർസിനെയും അവരെയൊക്കെ വിളിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ അനുമോളത് പിന്നെ ചിന്തിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒന്നും അതൊന്നും ചിന്തിക്കാതെ എല്ലാവരെയും നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് എല്ലാവരും കല്യാണം. ഒരു നന്മ തന്നെയാണ്. അതിൽ ഈ പുള്ളി പറയുന്നില്ലേ അച്ഛനും അമ്മ, അതെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടതാണ് എങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനുള്ളത്, നന്ദി കാണിച്ചവരെടുത്ത് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കാനുള്ളത് എന്നത് കൊച്ചിലെ മുതൽ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന സാധനമാണ്. അല്ലെ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലതും കാണുന്നുണ്ടല്ലോ, അത് ഞാൻ ഇതിലോട്ട് വലിച്ചിടുന്നില്ല. അതില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്ക് ഒരു അടിത്തറ വേണം. കൊച്ചിലെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന, രക്ഷകർത്താക്കൾ ഇട്ടുകൊടുക്കുന്ന ഒരു നന്മയുണ്ട്, ഒരു പൈതൃകമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സംസ്കാരമുണ്ട്. അത് അടിത്തറയിലെ വരണം, മനസ്സിലായോ? അടിത്തറ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സഹായിച്ചവരെ എല്ലാം വിളിച്ചു. അത് മാത്രവുമല്ല തനിക്ക് വേണ്ടിയിട്ട് ഇവിടെ അധ്വാനിച്ചവരെ മുഴുവൻ വിളിച്ചു. അവിടെയാണ് അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നന്മ. ഇതൊക്കെയാണോ കണ്ടു പഠിക്കേണ്ടത്? സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ കണ്ടു പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. ഒരു നേരം വെളുക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോയിൽ പോയിട്ട് പിന്നീട് ആരെയും തിരിഞ്ഞു നോക്കാതെ അഹങ്കാരികളായിട്ട് നിന്നവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇവിടെ അഹങ്കാരികൾക്ക് സ്ഥാനം മലയാളികൾ കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴെങ്കിലും നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ കല്യാണ റിസപ്ഷനെല്ലാം നമ്മളെല്ലാവരും കണ്ടു. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. എല്ലാവരെയും വിളിച്ചു. അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി അർഹിക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം ഞാനൊക്കെ തെറ്റിദ്ധരിച്ചിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരാരെയും വിളിക്കാതെ സ്വകാര്യമായിട്ട് കല്യാണം നടത്തിയതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. റിസപ്ഷൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷം തരുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ നന്മയുണ്ടല്ലോ, ആ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ടോ. അതായത് അവർ ശരിക്കും പറഞ്ഞത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, കഷ്ടപ്പെട്ട് വളർന്നു വന്നവരാണ്. ആ ഒരു നന്മ അവർക്ക് കൃത്യമായിട്ട് ഉണ്ടാകുന്നേ എനിക്ക് പറയാനുള്ളൂ. അതല്ലടോ വേണ്ടത്, അതല്ലേ ഏറ്റവും വലിയൊരു വിജയം. അതുകൊണ്ട് ഓക്കെ, ഇതാണ് പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു പണ്ട് ഇഷ്ടപ്പെടാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ഗെയിമുമായിട്ടാണ്. ഇപ്പൊ എനിക്കും ഈ പറയുന്ന അനീഷിനോട് പേഴ്സണൽ വൈരാഗ്യം കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഗെയിമുമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന് പിന്നീട് വീണ്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പുള്ളിക്ക് അല്ലാതെ വേറെ ഇഷ്ടപ്പെടും. ആ സമയത്ത് ഒരു തരത്തിൽ ഒരുപാട് കുറ്റം പറഞ്ഞ ഒരാളാണ്. അപ്പൊ ആ പുള്ളിയുടെ വായിൽ നിന്ന് ഇപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ ആ ഒരു നന്മ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടത് എന്നുള്ളത്. ഒരു സുഖം, നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ഇങ്ങനെ നല്ല വാക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് ഓണപരിപാടിയിലേക്ക് പോയല്ലോ. അതായത് നമുക്കിപ്പോൾ അറിയാം ഈ ഹിജാബ് എന്ന് പറയുന്ന ഒരു വിഷയം. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുള്ളിയുടെ പേര് മറന്നു. എനിക്ക് പണ്ട് ഈ പെൺകുട്ടിയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ലോജിക്കായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു കേട്ടോ. ഞാൻ ഈ പെൺകുട്ടിയെ എന്തോ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ എനിക്കൊന്ന് ഇപ്പൊ എന്തോ മതത്തിൽ അടിമയായി മതം കൂടുതലോട്ട് അങ്ങോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ. പിന്നെ കണ്ണിൽ കാണുന്നതെല്ലാം തെറ്റായിട്ട് തോന്നുന്നുണ്ട്. എല്ലാത്തിലും മതം വലിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്ന, ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത് തെറ്റാണെന്ന് അത് ഭയങ്കര വിവാദമാണ്. സോഷ്യൽ മീഡിയ മൊത്തം അതാണല്ലോ. അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉമ്മച്ചിക്കുട്ടികൾ അങ്ങോട്ട് തകർത്താടുകയാണ്. അതൊരു ചുട്ട മറുപടി എന്നുള്ള എവിടെ നോക്കിയാലും ഉമ്മച്ചിക്കുട്ടികളുടെ ഡാൻസുകളേ ഉള്ളൂ. അടിപൊളിയായി ഹിജാബിട്ട് ഡാൻസ് കളിക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രത്യേക ലുക്കാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ കുറച്ച് വീഡിയോ, അതുമല്ല ഇപ്പോൾ ഓൾറെഡി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമും കൂടിയുണ്ട്. ആ ഗെയിമിനെ കുറിച്ച് കൂടി നമുക്ക് പറയാമെന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഡാൻസ്. അടുത്ത് ഇത് നമ്മുടെ ഉമ്മച്ചിക്കുട്ടികളെ തകർത്താടുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അടുത്ത് ഉമ്മച്ചിലെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഏറ്റെടുത്ത് അല്ലെ. നമ്മുടെ ഓണം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കൾച്ചറൽ പിന്നെ ആഘോഷമാണ്. നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട അവരുടെ മതം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കരുത്. ആരോഗ്യം എന്ന് പറയുന്നുണ്ട്. പിന്നീട്
മഹാബലി എന്ന് പറയുന്ന ക്രിസ്ത്യൻ ആണെന്ന് പൊരുത്തം എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് അല്ല മുസ്ലിമാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. മതഭ്രാന്ത് പിടിച്ചവർ, അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, മതഭ്രാന്ത് പിടിച്ചവർ മുസ്ലിങ്ങളിലും ഉണ്ട്, ഹിന്ദുക്കളിലും ഉണ്ട്, ഈ പറയുന്ന ക്രിസ്ത്യനിലും ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെയാണ് ഒരു പരിധി വരെ അടങ്ങാനുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ അവരുടെ ഡാൻസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം വൈറലായിട്ട് കൊണ്ടുവരിക്കുന്നത് നമ്മുടെ ഈ എന്താണ്, ഈ ഗ്ലാസ് വെച്ചിട്ട് നടക്കുക എന്നുള്ളൊരു സാധനമാണ്. അതിന്റെ കുറച്ച് കാണാൻ ഇതൊന്ന് അടുത്ത് ഈ പാട്ടാണ്. കഴിഞ്ഞ സീസൺ വരെ ഈ ഒരു ഗെയിം ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഗെയിം വന്നത്. അടുത്ത് അനുഗ്രഹിക്കണം. ഇനി അടുത്തത്, ഇനിയിപ്പം പുരുഷന്മാർ, ആണുങ്ങൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് പറ്റും. കണ്ടുപിടിച്ചോ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം അടുത്തോട്ട് കേട്ടാ ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. സുന്ദരിക്ക് പൊട്ടുകൊത്തുക എന്നുള്ളത് സൂപ്പറായിട്ട് പൊട്ടുകൊത്തു ദ്വൈകള്. കേട്ടാ, അവിടെ വന്ന് പാളിയാലെന്ത്, ഇവിടെ കണ്ട പെർഫെക്റ്റ് പൊട്ട് കുത്തി കൊടുത്ത്. അടുത്ത ഒരുമാതിരി മൂത്രമൊഴിക്കാൻ പോകുമ്പോഴാണ് ഇടത്തോട്ടൊന്ന് വളച്ച് പിന്നെ വലത്തോട്ടൊന്ന് വളച്ച് ഓക്കെ. ഇതാണ് എന്തായാലും ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഓണം നേരുന്നു. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് കമന്റ് ചെയ്യൂ. പിന്നെ ഞാൻ പിന്നെ പറയാൻ കാരണം, നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കമന്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം പോയി കാണാൻ സാധിച്ചു, നമുക്കൊന്നും കാണാൻ സാധിച്ചല്ലോ എന്നുള്ളത്. അവർക്കൊരു പരിധിയുണ്ട് ഇത്രയൊന്നും പറഞ്ഞ് വിളിക്കാൻ. എനിക്കറിയാം ഒരുപാട് പേര് ലക്ഷങ്ങളുണ്ട് അവിടെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഞാൻ ആരുടെ നമ്പരും അറിയത്തില്ല, നിങ്ങളെയൊന്നും കോണ്ടാക്ട് ചെയ്യാനും പാടായിരിക്കും. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാം, എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് വേണമെങ്കിൽ ലെറ്റർ കൊടുക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് എന്തുമാത്രം തിരക്കായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിനൊരു എന്താണ്, അവർക്കൊരു പരിധി ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ മേ ബി എന്തെങ്കിലും ഫാൻ മീറ്റപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. എന്തെങ്കിലും ഒരു അവസരത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ സാധിക്കും. നേരിട്ട് കാണുന്നതിനെക്കാട്ടുപോയി എല്ലാവർക്കും ആഗ്രഹം ഒരു കല്യാണം നേരിട്ട് കണ്ടെങ്കിൽ എന്നുള്ളതാണ് അല്ലേ. അടിപൊളി ഫംഗ്ഷനൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാം എന്ത് ഹെൽത്തി ആയിക്കോട്ടെ, റിസപ്ഷൻ ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, എല്ലാം വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇന്നത് ഇപ്പൊ ആരെയൊക്കെ അവിടെ അപ്പം ആരെയൊക്കെ വിളിക്കണം, ഇപ്പൊ ആരെയൊക്കെ വിളിക്കണം, ഇതിൽ ആരെയൊക്കെ വിളിക്കണം, എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അത് എത്ര സമയം, അതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതിന് അനുമോളെ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയ കത്തിച്ചത് ഈ പറയുന്ന ഭുവനുവിന്റെ കല്യാണ, മാരേജ്, റിസപ്ഷൻ, ഹൽദി, അതൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റേ കമന്റ് ചെയ്യുമ്പോൾ കാണാം. ജയ് ഹിന്ദ്.